സ്റ്റാൻഡിംഗ് ഓവേഷൻ. പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും വരുന്നതിൽ എത്ര പ്രതീക്ഷയില്ല. ഞാൻ കുറെ അറേഞ്ച്മെന്റ് എന്തെങ്കിലും ചെയ്ത് അപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഖേദം. സാറ് എന്നാലും നിങ്ങളിപ്പോൾ ഈ പരിപാടി പ്രസിഡന്റും മെമ്പറും എല്ലാം വന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചതിനൊക്കെ ഭയങ്കര ഇപ്പോഴാണ് അഭിമാനം, നമ്മളെ പറ്റി ഡോക്ടർമാരെ പറ്റി ഒരു അഭിമാനം തോന്നുന്നത്. അത് ഈ ക്ലബിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ക്ലബിനെ പറ്റി അന്വേഷിച്ചപ്പോൾ സന്തോഷം ഒരു ലിസ്റ്റ് തന്നെ തന്നു. എൻ്റെ സേവാ പരിപാടി സർവീസ് എബോവ് സെൽഫ് എന്ന അവരുടെ ഉദ്ദേശവും അവരുടെ വൈദ്യപരമായ സഹായം, പിന്നെ പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ അവരുടെ ഞങ്ങളുടെ സഹായം, പിന്നെ ഹെൽത്തിനെ പറ്റി, നാപ്കിൻ പ്രൊഡക്ഷനത്തിനെ പറ്റിയൊക്കെ, ടോയ്ലറ്റ് നിർമ്മാണം, ഇതിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശസ്തമായ ഒരു റോട്ടറി തന്നെ പറയാം. അങ്ങനത്തെ ഒരു റോട്ടറി ക്ലബ്ബിൽ നിന്നും നമ്മൾ തിരുവമ്പാടി നമ്മളെ അന്വേഷിച്ച് വന്ന് നമ്മളെ ആദരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ജൂലൈ 1 എന്നുള്ളത് ഞങ്ങൾ ഡോക്ടർമാർക്ക് ഉൾപ്പെടെയുള്ള ദിവസമാണ്. കാരണം നമ്മളായത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഞങ്ങളെയും തിരിച്ചു നോക്കാൻ, ഞങ്ങൾ ഇനി എത്ര വളരാമെന്ന് സ്വയം ചിന്തിക്കുവാനും ആലോചിക്കാൻ ദിവസമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജൂലൈ 1 കാണുന്നത്. നമ്മൾ സ്വയം സാക്ഷരത ചെയ്യേണ്ട, സ്വയം എന്താ പറയുക, ഇപ്പോൾ നന്നാവേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നിൽക്കുന്ന 7-8 പഠിക്കുമ്പോൾ തൊട്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നത്. അതിന് കുറച്ച് മുമ്പുണ്ടായിരുന്നു. ഞാൻ അന്നാണ് അറിയാം. അതിനുശേഷം ഒരു പ്രത്യേക സ്റ്റേജിൽ അന്ന് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ നെല്ലിക്കോയിലിൻ്റെ എത്തിയ ഒരു ക്ഷേത്രനാണ് പ്രധാന ഡോക്ടർ എന്നാണ്. നല്ല ശരിക്കും ഞങ്ങൾക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചികിത്സയൊക്കെ ഇവിടെയായിരുന്നു. ഞാൻ ഇവിടുന്ന് വളർന്നുകൊണ്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ നാടിൻ്റെ ഒരു എന്താ പറയുക, ഇന്നും പ്രധാന ഡോക്ടറെ എത്ര സ്നേഹത്തോടെയാണ് ഈ നാട്ടിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചപ്പോൾ ചെറിയ സാക്ഷരം വന്നു. നമുക്ക് നമ്മുടെ പ്രധാന ഡോക്ടറെ ആവട്ടെ റോട്ടറി തിരുവമ്പാടി ഇവിടെ സാധിക്കുന്നത് ഇന്ന് ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ എത്തിയത്. തിരക്കിട്ട് സാധ്യതയൊക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട പ്രദേശത്ത് പറയാൻ അദ്ദേഹം ഒത്തിരി തിരക്കുകൾ ഓടി വന്നതാണ്. തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ട്രെയിനിൽ തുടങ്ങിയത് നമ്മുടെ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തു. അതോടൊപ്പം റോട്ടറിയുടെ അസിസ്റ്റന്റ് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ, അതായത് ഞങ്ങളുടെ പ്രത്യേകതയുണ്ട്. ഈ ഡോക്ടേഴ്സിൽ നിന്നാണ് റോട്ടറിയുടെ ഒരു വർഷം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ശരിക്കും ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് റോട്ടറി ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോക്ടേഴ്സിനെ തന്നെയാണെന്നുള്ളത് മറ്റൊരു മനോഹരമായ കാര്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഈ റോട്ടറി ഇയറിലെ സുകുമാരൻ സാറിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനാണ്, ആദ്യമായ ഫംഗ്ഷനാണ്. അപ്പം അതാണ് അതൊരു തീർച്ചയായിട്ടും അത് നമ്മളപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. അപ്പം ഒത്തിരി സാറിനെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ റോട്ടറി പ്രസിഡന്റ് ഹാരിസ്, ഞങ്ങൾ നിത്യത്തിന്റെ നായർ ഞങ്ങൾ പറയാറുള്ളത്, എവിടെയും എപ്പോഴും ഓടിയെത്തുന്ന തിരുവമ്പാടിയുടെ എന്താ പറയുക ഊർജ്ജമായ ഹാരിസേട്ടനെ ഇത് സ്നേഹത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇതായിരുന്നു സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഡോക്ടർമാരെയാണ്. ഒന്ന് ഇൻട്രോയിൽ പറഞ്ഞാൽ തന്നെ എന്താ ഈശ്വര നിഗ്രഹിച്ച ഒരു കുടുംബം എന്നാണ് പറയാറുള്ളത്. ഞങ്ങളെ പോലെ നെല്ലിപ്പുകാർക്ക് ഒരു റോൾ മോഡലാണ് ഈ ഫാമിലി. അപ്പോൾ അതോടൊപ്പം എന്താ പറയുക ഒത്തിരി ജീവനുകളെ എന്താ പറയുക നിരവധി ദൈവികമായി ദൈവത്തിന്റെ കടലായി വർദ്ധിക്കുന്ന 2 ഡോക്ടർമാരെ എത്ര സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാം സാധനം ചെയ്യുന്നു. ഞങ്ങൾ വാർഡ് മെമ്പർ പറഞ്ഞ പോലെ എന്താ പറയുക നാട്ടുകാരിയാണ്. നെല്ലിപ്പോയിലിൻ്റെ എന്താ പറയുക ആവശ്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഡീൽ ചെയ്യുന്ന മെമ്പർ എത്ര സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ്, ബഹുമാനപ്പെട്ട കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ്, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് ഗവർണർ, പഞ്ചായത്ത് മെമ്പർ, റോട്ടറി ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് മെമ്പേഴ്സിൻ്റെ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഡോക്ടർ സന്തോഷ്, ജോസഫ്, പ്രിയമുള്ളവർ, ഇന്ന് സന്തോഷം പറഞ്ഞ പോലെ റോട്ടറിയുടെ ഒരു വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ജൂലൈ മുതൽ അടുത്ത ജൂൺ 30 വരേക്കുള്ള വർഷത്തിൽ ആദ്യത്തെ പ്രോഗ്രാമായിട്ട് ഇന്ന് ഇവിടെ ചെയ്യാൻ പറ്റി. അതിനെ സഹകരിച്ച എല്ലാവരെയും ഞാൻ
ഇത് നന്ദി ഈ അവസരത്തിൽ സ്മരണയോടെ ഓർക്കുകയാണ്. ഈ 35-40 വർഷത്തോളം സേവനം ചെയ്ത ഈ ഡോക്ടർമാരെ നമുക്കൊന്ന് അനുമോദിക്കാനും ആദരിക്കാനും കിട്ടിയ അവസരം നല്ലൊരു അവസരം ആയി കിട്ടി. അതൊരു ഭാഗ്യമായി. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യം വേണ്ട ഒരു സംവിധാനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചത് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി നിന്നുകൊണ്ട് ഗ്രാമീണ തലത്തിൽ അടിസ്ഥാന സമൂഹത്തിൻ്റെ ആരോഗ്യ സുസ്ഥിരതയ്ക്ക് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ സേവകരായ ഇതുപോലുള്ള ഡോക്ടർമാരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുവാനും അവരെ ആദരിക്കാനും വേണ്ടിയാണ് ഈ ദിനം ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. ഇതേസമയം ഇതിന് മറുവശമുണ്ട്. ഇന്ന് മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളെല്ലാം അവർ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പോലും വലിയ വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അസ്ഥിവാരം കൊണ്ടുവന്ന ഈ കാലഘട്ടത്തിൽ അവർക്കെല്ലാം വിവിധമായി നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്ന ഈ നെല്ലിപ്പോലിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൽ അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഈ ഹോസ്പിറ്റലും ഡോക്ടർ പ്രഭാകരനും വൈബ് ഡോക്ടർ രേണുകയും നമുക്ക് അഭിമാനമാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ഇവരെ ആദരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിന് പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. കോടഞ്ചേരിയുടെ അഭിമാനമായി നെല്ലിപ്പോലിൻ്റെ തിലകക്കൂടിയായി നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർമാരെ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ഒത്തിരി അഭിമാനത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസകൾ നേരുന്നു. താങ്ക് യു. റോട്ടറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ സർവീസ് ചെയ്യുന്ന സംഘടനയാണ്. പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ ഏറ്റവും വലിയ സാമ്പത്തികം ലിറ്ററസി. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അവിടെ ഞങ്ങൾ ഡോക്ടറെ ആദരിക്കാൻ ദൈവം കഴിഞ്ഞാൽ പിന്നെ ജനം വിശ്വസിക്കുന്നത് ഡോക്ടേഴ്സാണ്. കാരണം ഒരു ആശുപത്രി ജീവൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുന്ന അപ്പോൾ ഡോക്ടറെ ആദരിക്കാനുള്ള പ്രോജക്റ്റാണ് റോട്ടറി. അതുപോലെ തന്നെ ടീച്ചേഴ്സ്. ഇതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും നല്ല ടീച്ചേഴ്സിനും നല്ല ഡോക്ടേഴ്സിനും ആദരിക്കുക റോട്ടറിയുടെ രീതിയാണ്. അതിൻ്റെ ഭാഗമായത് സംസാരിക്കുന്നതിന് ചടങ്ങിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് ഗവർണർ സുമാൻ സാർ, ക്ലബിൻ്റെ ഈ ഒരു ദിവസം ഇവിടെ വരാനും രണ്ടുപേരെയും ആദരിക്കാനുമായിട്ട് കിട്ടിയ അച്യുതയുടെ സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിമാനം കൊള്ളുന്നു. നേരിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ലെങ്കിലും അനേകരുടെ വാക്കുകളിലൂടെ ഡോക്ടറെ എനിക്ക് നല്ല പരിചയമുണ്ട്. അനേകരുടെ വാക്കുകളിലൂടെ നല്ല ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മനസ്സിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറെ ആദരിക്കാം. ഡോക്ടറെ കുറിച്ച് സംഭവം നമ്മൾ കേൾക്കും. അപ്പം ആദരിക്കാമെന്നുള്ള ഒരു കാര്യത്തിൽ വന്നപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ എന്നെ സ്വീകരിച്ചത്. അപ്പം ഈ ഒരു ദിവസം തന്നെ ഇത്രയും സുകുമാരൻ സാറ് കഷ്ടപ്പെട്ട് മുക്കത്ത് നിന്ന് വന്നു. ഇപ്പോൾ എല്ലാവരും പ്രസിഡന്റ് ഹാരിസ്, ഡോക്ടർ ജോസ്, നമ്മുടെ തന്നെ ആയ ജോസഫ്, ഡോക്ടർ സന്തോഷ്, എല്ലാവരും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു ആദരിക്കാൻ ഒരു നല്ല മനസ്സ് കാണിച്ചു. ഇത് തന്നെ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിലൊരു ഊർജമാണ്. അപ്പോൾ നിങ്ങളുടെ ആ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ലൊരു ഇതാണ്. ഡോക്ടർമാർ ആദരിക്കുന്നതുകൊണ്ട് അവർക്ക് അവർക്കൊരു നമ്മൾ ചെയ്യുന്നതിനൊരു ഫലം ഉണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കൊരു മുന്നോട്ട് നല്ല രീതിയിൽ സേവാമനോഭാവത്തോടെ പോകാനൊരു ഊർജ്ജമാകും. നിങ്ങളെ ഈ റോട്ടറി ക്ലബിനും എല്ലാവിധ മംഗളങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എല്ലാ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഞാൻ റീലിൽ കണ്ടു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഈ രീതിയിൽ നമ്മളെ ഓർത്തതിന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തി. ഡോക്ടർ പറയുന്നു. Says on everything new, we also we say.